എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മേടമാസത്തിലെ ഓരോ നക്ഷത്രക്കാരുടെയും നക്ഷത്രഫലമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സത്യസന്ധമായ പ്രവർത്തനങ്ങൾ വിമർശനങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും ദീർഘസമഗ്ര വീക്ഷണങ്ങളോടും കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം തുടങ്ങിയവയിൽ തൃപ്തിയാകും വിധത്തിൽ അവതരിപ്പിച്ച് പ്രശസ്ത വിജയം നേടാനാകും. ആത്മവിശ്വാസം, ഉത്സാഹം, ഉന്മേഷം, കാര്യനിർവഹണശേഷി തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. ഭരണി നക്ഷത്രക്കാർക്ക് സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകുന്ന സമയമായിരിക്കും ഈയൊരു മാസം. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അനിശ്ചിതാവസ്ഥകൾ തരണം ചെയ്യുകയും വിദേശത്തുള്ളവർക്ക് ബന്ധുക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. മുൻകോപമുള്ള മേലധികാരിയുടെ സ്ഥലം മാറ്റം നിങ്ങളിൽ ആശ്വാസമുണ്ടാക്കും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ ആത്മപ്രചോദനമുണ്ടാവുകയും ചെയ്യും. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്ക് ചികിത്സ വേണ്ടിവരാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട്. പുതിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിലും പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അമിതാധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടും. പലപ്പോഴും അവധിയെടുക്കാൻ ഇടവരും. പകർച്ചവ്യാധി പിടിപെടാതിരിക്കാൻ ഈ കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അമിത ചെലവ് നിയന്ത്രിക്കാനും ഒരു ശ്രദ്ധ വേണം. രോഹിണി നക്ഷത്രക്കാർ ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സഹകരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസം ഉണ്ടാകും. അനാവശ്യമായിട്ടുള്ള ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഈയൊരു മാസം ലഭിക്കുന്നതായിരിക്കും. മകയിര്യം നക്ഷത്രക്കാർക്ക് ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. സന്തോഷത്തോടുകൂടിയും മനസംതൃപ്തിയോടുകൂടിയും ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ കൃതാർത്ഥതയുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മകയിരം നക്ഷത്രക്കാർക്ക് അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യവും ഈയൊരു മാസം ഉണ്ടായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം മൂലം സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും. ചികിത്സ ഫലിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അർപ്പണ മനോഭാവവും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. ബന്ധുവിൻ്റെ അകാല വിയോഗം ഗതകാല സ്മരണയ്ക്ക് വഴിയൊരുക്കും. പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തനങ്ങളും ആഗ്രഹിക്കുന്ന ആശയങ്ങളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും തിരുവാതിരക്കാർക്ക് ഈ ഒരു മാസം. പുണർദം നക്ഷത്രക്കാർ പല കാര്യങ്ങൾക്കും പരാജയം സംഭവിക്കാത്തത് വ്യത്യസ്ത മേഖലകളിൽ വിജയാനുഭവങ്ങൾക്കുള്ള സൂചനകളാണെന്ന് കരുതി പ്രവർത്തിക്കണം. പുരോഗതിയില്ലാത്ത ഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഗതാഗത നിയമം പാലിക്കാത്തതിനാൽ പിഴയടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. നാഡി രക്തദൂഷ്യജന്യങ്ങളായ രോഗപീഠകൾക്ക് ആയുർവേദ ചികിത്സ വേണ്ടിവരുന്ന ഒരു സാഹചര്യവും ഇക്കൂട്ടരിൽ കാണുന്നുണ്ട്. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. അതുപോലെ തന്നെ മുടക്കം വന്നിട്ടുള്ള എന്തെങ്കിലും വഴിപാടുകളോ നേർച്ചകളോ ഉണ്ടെങ്കിൽ അതൊക്കെയും തന്നെ ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു മാസം സാധിക്കുന്നതായിരിക്കും. ആയില്യം നക്ഷത്രക്കാർ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അശ്രദ്ധ കൊണ്ട് അബദ്ധം വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ അന്യരെ കുറ്റം പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആശയങ്ങൾ വ്യത്യസ്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും.
പൊതുവെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ വർഷം അനുഭവപ്പെടുക. പരീക്ഷകളൊക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ പരീക്ഷകളിൽ അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ചിലത് മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. വീഴ്ചകൾ ഉണ്ടാകാതെയും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെയും ശ്രദ്ധിക്കേണ്ടത് എടുത്തു പറയേണ്ട കാര്യമാണ്. മകം നക്ഷത്രക്കാർക്ക് നിയുക്ത പദവിയിൽ സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം നേടുവാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ഇത്. അതുപോലെ തന്നെ അന്ധമായിട്ടുള്ള ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പൂരം നക്ഷത്രക്കാർ സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. വാത നാഡീരോഗങ്ങൾക്ക് ചികിത്സ വേണ്ടതായിട്ട് വന്നേക്കാം. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. കടം കൊടുത്ത തുക ഗഡുക്കളായിട്ട് ലഭിക്കാൻ ധാരണയാകും. മകളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് താമസിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്ക് റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനമുള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുപോലെ തന്നെ നഷ്ടസാധ്യതകൾ വിലയിരുത്തി ചില കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ ചികിത്സ വേണ്ടതായിട്ട് വന്നേക്കാം. അതിലും ഒരു പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. അത്തം നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതിനാൽ കൃതാർത്ഥനാകും. ലാഭശതമാന വ്യവസ്ഥകളോട് കൂടിയ വ്യാപാര വിപണനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യം ഈയൊരു മാസം നിങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാലാവസ്ഥയിലെ വ്യതിയാനത്താൽ കഫ നീർദോഷങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം മാറ്റി വാങ്ങാനും നിങ്ങൾക്ക് ഈ ഒരു മാസം സാധിക്കുന്നതായിരിക്കും. സ്വന്തം ആശയങ്ങളും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്താൻ നിങ്ങൾ ഈ ഒരു മാസം ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാർ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമിക്ക് വിൽപ്പനയ്ക്ക് അവസരം വന്നു ചേരും. അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും വേണ്ട വിധത്തിൽ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അവ്യക്തമായിട്ടുള്ള പണമിടപാടിൽ നിന്നും പിന്മാറാനുള്ള ആത്മപ്രചോദനം ആശ്വാസത്തിന് വഴിയൊരുക്കും. ഗർഭിണികൾക്ക് പൂർണ്ണ വിശ്രമവും പരിചരണങ്ങളും വേണ്ടിവരുന്ന ഒരു സമയമായിരിക്കും ഇത്. ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. ചോതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിത്. വാഹനാപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേക ജാഗ്രത വേണ്ടതായിട്ടുണ്ട്. നിർണായക വിഷയങ്ങളിൽ അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ വിജയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദര നീർദോഷ രോഗങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതിനാൽ ബൃഹത് പദ്ധതികൾ വന്നു ചേരും. വിശാഖം നക്ഷത്രക്കാർക്ക് വിജ്ഞാനികളുടെ വചനങ്ങൾ പലപ്പോഴും നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സഹായകമാകും. ജീവിതഘട്ടങ്ങൾ അതിജീവിക്കാനുള്ള ആത്മധൈര്യവും ആർജവവും ഉണ്ടാകും. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും. ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുകയും ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും കൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ താല്പര്യമുള്ളവർ, തുടങ്ങാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമായിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ കുടുംബങ്ങളിലെ തെറ്റിദ്ധാരണ ഒഴിവാക്കുവാൻ സാധിക്കും. ആസൂത്രിത പദ്ധതികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. ഉപരിപഠനത്തിന് അന്യസംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരല്പം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കീഴ്വഴക്കം മാനിച്ച് പ്രവർത്തിച്ചാൽ ഏറെക്കുറെ നിലനിന്നു പോകാൻ സാധിക്കും ഈ ഒരു നക്ഷത്രക്കാർക്ക്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കാൻ ഇടവരും.
നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് പ്രതീക്ഷിച്ചതിലുപരി പണം കൊടുത്ത് മറ്റൊന്നിന് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നടപടിക്രമങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ വളരെയധികം സൂക്ഷിക്കണം. പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യം കാരണത്താൽ മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. കഠിനാധ്വാനത്താലും പരിശ്രമത്താലും ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ഏറെക്കുറെ വിജയിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിരിക്കും. മൂലം നക്ഷത്രക്കാർക്ക് പരമ്പരാഗത പാരമ്പര്യം, പ്രവൃത്തികളുടെ പ്രാധാന്യം എന്നിവ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ ആത്മാഭിമാനവും ആശ്വാസവും തോന്നും. കലാകായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടി മത്സരങ്ങളിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിനാൽ വേണ്ടപ്പെട്ടവരിലുള്ള മിഥ്യാധാരണകൾ ഒഴിവാകും. പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് വഴി ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ട്. പൂരാടം നക്ഷത്രക്കാർക്ക് വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും. അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും. തൊഴിൽ മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഉത്രാടം നക്ഷത്രക്കാർ തൃപ്തിയുള്ള ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കും. ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നതും ഈയൊരു നക്ഷത്രക്കാരിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തിരുവോണം നക്ഷത്രക്കാർ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയുന്നത് അബദ്ധമാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ ഇക്കൂട്ടർക്ക് സാധിക്കും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. പല വിഷയങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുന്ന ഒരു മാസമായിരിക്കും നിങ്ങൾക്കിത്. അവിട്ടം നക്ഷത്രക്കാർ വ്യവസ്ഥകൾ പാലിക്കാൻ കഠിന പരിശ്രമം തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. സുദീർഘമായ ചർച്ചകളാൽ വിദേശബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാൻ തീരുമാനിക്കും. പഠിച്ചു വരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ തുടങ്ങിയവ പൂർത്തിയാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ആരോഗ്യത്തിൽ ഒരല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വാത നാഡീരോഗങ്ങൾക്ക് ചികിത്സ വേണ്ടതായിട്ട് വന്നേക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും. സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യം നേടാൻ ഉപകരിക്കും. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതിനാൽ ആശ്വാസം തോന്നും. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കും. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യവും നിങ്ങളിൽ എടുത്തു പറയേണ്ടതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അനന്ത സാധ്യതകളോടുകൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ഉണ്ടാകും. അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുകളാൽ വിദഗ്ധ പരിശോധന നടത്തും. ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കാൻ പ്രവൃത്തി പരിചയമുള്ളവരെ നിയമിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അവിചാരിതമായി സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുന്ന സാഹചര്യവും കാണുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാകും. വീട് മാറാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് സർവാധരങ്ങൾക്കും വഴിയൊരുക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. കർമ്മമണ്ഡലങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉൾക്കൊണ്ട് ആധുനിക സംവിധാനം അവലംബിക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വഴിയൊരുക്കും. രേവതി നക്ഷത്രക്കാർ വിമർശനങ്ങളെ വിലയിരുത്തി സ്വയം സ്വഭാവമാറ്റത്തിന് തയ്യാറാകുന്നത് കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാകും. ദുശ്ശീലങ്ങൾ ഒഴിവാക്കും. നല്ല ശീലങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. കുടുംബ സംരക്ഷണ ചുമതല വർദ്ധിക്കുന്നതായിട്ട് ഈ നക്ഷത്രക്കാരിൽ കാണുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും മേടമാസത്തെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി അവരവരുടെ നക്ഷത്രഫലത്തിനനുസരിച്ച് ഈ ഒരു മാസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസിൽ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നന്ദി.